ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 2 ബ്യൂട്ടി ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. അതിൽ ആദ്യത്തേത് കറ്റാർവാഴ കൊണ്ടുള്ളൊരു ബ്യൂട്ടി ടിപ്സാണ്. കറ്റാർവാഴയുടെ ഒരു തണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കറ്റാർവാഴയുടെ ഒരു തണ്ട് മുറിച്ചെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക. ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ ഈ തൊലി നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. വേണ്ട, നൈസായിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ ജെല്ല് ഇങ്ങനെ വടിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഓക്കെ. ഈ ജെല്ല് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് നമ്മളത് നന്നായി സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കുക. നന്നായി സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കുക. അത് ഈ കറ്റാർവാഴ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, കിട്ടാൻ എളുപ്പമുണ്ട്. ഇനി വീട്ടിലില്ലാത്തവർക്കാണെങ്കിൽ നഴ്സറികളിൽ കിട്ടും, ഇല്ലെങ്കിൽ ആയുർവേദ കടയിൽ കിട്ടും. ഇത് കടയടക്കം കിട്ടും. ഇത് നമുക്കൊരു തൈ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നനച്ചു കൊടുത്താൽ മതി, വേറെ ഒരു വളവും ചെയ്യണ്ട. ഇത് നന്നായിട്ട് പടർന്നു പിടിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. മുഖത്ത് തേക്കാവുന്ന ഒരു സാധനമാണ്. യാതൊരു കെമിക്കലും ഇല്ല, യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്തൊരു വസ്തുവാണ് കറ്റാർവാഴ ജെല്ല്. ഇത് തലയിൽ തേക്കാനും നല്ലതാണ്, മുഖത്ത് തേക്കാനും നല്ലതാണ്. പിന്നെ ഇത് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം, യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് കുട്ടികൾക്ക് തേക്കാം. ഇത് നമുക്ക് ഈ ഓയിലി സ്കിന്നുകാർക്ക്, അതായത് മുഖത്തെ എണ്ണമയം കൂടുതലുള്ളവർക്ക് ഇത് ഡെയിലി മുഖത്ത് തേക്കാൻ എണ്ണമയം കുറഞ്ഞു കിട്ടും. അതുപോലെ നമ്മുടെ മുഖത്തിന് ഒരു കുളിർമ കിട്ടും. പിന്നെ ഇതിന് ഈർപ്പം നിലനിർത്താനും ഒക്കെ മുഖത്തിനെ സഹായിക്കും, സ്കിന്നിനെ സഹായിക്കും. ഇത് ഡെയിലി ഇത് തേക്കാം, 2 നേരവും ഡെയിലി ഇത് തേക്കാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു കറ്റാർവാഴയുടെ തണ്ടെടുത്തിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത്, ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒരു നേരം നമുക്ക് മുഖത്ത് തേക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ ഇങ്ങനെ ജെല്ല് ഉടച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. കറ്റാർവാഴ പോള നമുക്ക് കട്ട് ചെയ്തൊരു കഷ്ണം എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. ജെല്ലാക്കി എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇത് ഡെയിലി 2 നേരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുഖത്തിന് നല്ല കുളിർമ കിട്ടുന്നതാണ്. അതുപോലെ ഓയിലി സ്കിന്നുകാർക്ക് മുഖത്തെ എണ്ണമയം നീക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം, ഈ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടറും ചന്ദനമാണ്. ഇത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇത് ഉപയോഗിക്കണം. പണ്ടൊക്കെ രക്തചന്ദനം തേനിലരിച്ച് മുഖത്തിടുമായിരുന്നു, മുഖത്തിന് കളറ് കിട്ടാനും പിന്നെ മുഖത്ത് വരുന്ന മുഖക്കുരുവിൻ്റെ പാടൊക്കെ മാറ്റാനും ഒക്കെ ആയിട്ട് രക്തചന്ദനം തേനിലരിച്ച് ഇടുമായിരുന്നു. ഇന്നിപ്പോൾ അരയ്ക്കാനുള്ള സൗകര്യങ്ങൾ പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് അരയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ പൊടി എല്ലായിടത്തും അവൈലബിൾ ആണ്. കഴിവത് ഇത് ആയുർവേദ കടകളിൽ നിന്ന് പൊടി മേടിക്കാം, നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുക. പിന്നെ ഇത് രക്തചന്ദനത്തിൻ്റെ
കട്ട കിട്ടാനുള്ളവര് രക്തചന്ദനത്തിന്റെ മരമാണ് അത് കഷ്ണമായിട്ട് കിട്ടാനുള്ളവര് അത് മേടിച്ച് ഒരു കല്ലില് തേനോ റോസ് വാട്ടറോ കൂട്ടിയിട്ട് കല്ലിൽ അരച്ച് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊടിയൊക്കെ നമ്മൾ മേടിക്കുന്നത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിപ്പോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൊടിയാണ്, അതിന്റെ ബാക്കിയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇത്ര അളവൊന്നൊന്നുമില്ല, നമുക്ക് മുഖത്ത് തേക്കാൻ ആവശ്യമുള്ള പൊടി എടുക്കുക. അതിനുശേഷം അതിലേക്ക് തേനോ റോസ് വാട്ടറോ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട്, ഇത്ര അളവൊന്നുമില്ല, ഇത് പേസ്റ്റ് രൂപത്തിലാകണം, അതിനുള്ള അളവ് ഒഴിക്കുക. നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ പൊടി തേനിലായാലും റോസ് വാട്ടറിലായാലും ഇച്ചിരി നേരം മിക്സ് ചെയ്താലേ ഇത് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാവുള്ളൂ. കാരണം പൊടി നല്ല ഡ്രൈ ആണല്ലോ. ഇതായിട്ട് മിക്സ് ആവണം. തേനായാലും റോസ് വാട്ടർ ആയാലും അതിൽ ഈ പൊടി നല്ലപോലെ മിക്സ് ആവണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ലപോലെ മിക്സ് ആവുള്ളൂ. നല്ലപോലെ മിക്സ് ആയി ഇത് പേസ്റ്റ് രൂപത്തിലാവുകയും ചെയ്യണം. പേസ്റ്റ് രൂപത്തിലായാലാണ് ഇത് നമുക്ക് മുഖത്തിടാൻ പറ്റുള്ളൂ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കൈ വൃത്തിയാക്കിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നു മാത്രം. നല്ല പേസ്റ്റ് രൂപത്തിലാവണം. ഇത് സ്വല്പം പേസ്റ്റ് ആയിട്ടുണ്ട്, ഒന്നുകൂടെ മിക്സ് ചെയ്യട്ടെ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. സ്വല്പം ലൂസ് ആവണം, എന്നാലേ നമുക്ക് മുഖത്ത് സ്പ്രെഡാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പാകത്തിനാണ്. ഇത് നമ്മൾ പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയാൻ പാടുള്ളൂ. നല്ല സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി, സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിട്ട് കഴുകിയതിന് ശേഷം പെട്ടെന്ന് സോപ്പിട്ട് കഴുകരുത്. വെറും വെള്ളത്തിൽ, സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഒരു മണിക്കൂറിന് ശേഷം. അതുപോലെ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സ്കിന്നിന് ഒരു തിളക്കം തരും. സ്കിന്നിനും തിളക്കം തരും, നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റിത്തരും. അതുപോലെ ഒരു കുളിർമ കിട്ടും, മുഖത്തിന് ഒരു കുളിർമ കിട്ടും നമ്മൾ ഇതിട്ടിട്ട് കഴുകി കഴിയുമ്പോൾ. ഒരു പ്രത്യേക തിളക്കം മുഖത്തിന് കിട്ടും. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി, ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇതിലൊന്നും കെമിക്കൽ ഉള്ളതല്ല, ഇതൊക്കെ നാച്ചുറൽ സാധനങ്ങളാണ്. തേനായാലും പിന്നെ ചന്ദനായാലും ഒക്കെ നാച്ചുറൽ സാധനങ്ങളാണ്. കഴിവതും ഏത് മരുന്നാണെങ്കിലും പൊടി ഉപയോഗിക്കുന്നതിലും നല്ലത് അതിൻ്റെ ഒറിജിനൽ സാധനം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്കത് മരത്തിൻ്റെ കഷ്ണമായിട്ട് ആയുർവേദ കടയിൽ മേടിക്കാൻ കിട്ടും. അരയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു കല്ലിൻ്റെ മുകളിലിട്ട് നമുക്ക് അരയ്ക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണ കല്ല് കമിഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് അരയ്ക്കാം. നമുക്ക് കുറച്ച് അധികം സമയം പിടിക്കും അത് അരച്ചെടുക്കാനായിട്ട്. തേനോ റോസ് വാട്ടറോ ചേർത്ത് അരച്ചെടുത്തിട്ട് അത് മുഖത്തിട്ടാലും നല്ലതാണ്. ഇനിയിപ്പോൾ അത് കിട്ടാനില്ലാത്തവർ, ഇതിൻ്റെ കഷ്ണമായിട്ട് കിട്ടാനില്ലാത്തവർ, അരയ്ക്കാൻ സൗകര്യമില്ലാത്തവർ ഇതുപോലുള്ള ആയുർവേദ കടകളിൽ നിന്ന് പൊടി മേടിച്ചിട്ട് അത് തേനിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ കഴുകി കളയുക. പെട്ടെന്ന് സോപ്പൊന്നും മുഖത്തിടരുത്. കുറച്ചധികം നേരം കഴിഞ്ഞതിന് ശേഷമേ മുഖത്ത് സോപ്പിടാൻ പാടുള്ളൂ. സോപ്പിടേണ്ട ആവശ്യമില്ല. ഇത് സാധാ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ കറ്റാർവാഴ ജെല്ലും ഇത് തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുക. സാധാ വെള്ളത്തിൽ കഴുകി കളയുക. ഇതിന് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
ഇത് നമ്മുടെ മുഖത്തിന് കുളിർമ കിട്ടാനും മുഖത്തിന് തിളക്കം കിട്ടാനും പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് മുഖത്തുള്ള എണ്ണമയം മാറ്റാനും ഈ കറ്റാർവാഴ ജെല്ല് നല്ലതാണ്. ഈ രണ്ടും നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു.